നമസ്കാരം. നമ്മളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മുടെ ജീവനായ നമ്മളെ മക്കളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ. നിങ്ങളെ കുഞ്ഞുങ്ങളെ എപ്പോഴെങ്കിലും വഴക്ക് പറയാറുണ്ടോ? അല്ലെങ്കിൽ അവരെ അടിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചീത്ത പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ? എന്നാൽ ഇവിടെ വെച്ച് നിർത്തിക്കോട്ടെ. ഇല്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കരമാണെന്ന് പറയുന്നത് അവരുടെ ഫ്യൂച്ചറിൽ. എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ വിചാരിക്കും നമ്മളൊക്കെ ഇങ്ങനെ മെയിൻ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ നമ്മൾ പറയും എപ്പോഴും, ഞാൻ ഭയങ്കര സ്ട്രിക്റ്റാണ് എൻ്റെ മക്കളോട്, അതുകൊണ്ട് ഞാൻ പറയുന്നതിൻ്റെ അപ്പുറം എൻ്റെ മക്കളൊന്നും കേൾക്കില്ല, ആ രീതിയിലാണൊക്കെ പോകുമ്പോഴൊക്കെ മെയിൻ നടിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ മക്കളോട് സ്ട്രിക്റ്റ് ആവുന്നോ അത്രത്തോളം നിങ്ങളുടെ മക്കളെ കള്ളത്തരം പഠിക്കാനും കള്ളത്തരം ഒളിപ്പിച്ചു വെക്കാനും പഠിക്കാനും തുടങ്ങുമെന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളോട് 2-3 കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ് ഇതിൽ. അത് നിങ്ങൾ ജീവിതത്തിൽ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റുമെന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് പറയും, നമ്മൾ എന്തെങ്കിലും ചെയ്താൽ, നമ്മുടെ മക്കൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരോട് പറയും, മോനെ അത് ചെയ്യല്ലേ. എന്നിട്ട് അവനത് ചെയ്യുമ്പോൾ അവനെ അലറി വിളിച്ചുകൊണ്ട് എല്ലിയും നടത്തിക്കൊണ്ട് അവനെ നമ്മൾ വല്ലാതെ അങ്ങോട്ട് ബ്ലെയിം ചെയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ട് ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്നത് ഭയാനകമായൊരു പേടിയാണെന്നുള്ളതാണ്. ആ പേടി മാറ്റുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ അവരോട് സംസാരിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട്, മോനെ ഇതങ്ങനെയല്ല, അച്ഛൻ്റെ മോന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ വസ്ത്രം ഇടുമ്പോൾ ആ ഡ്രസ്സ് വേണ്ട, വാപ്പാൻ്റെ മോന് ഇതിട്ടാൽ മതി, ഇതാണ് നല്ല ഡ്രസ്സ് ഇട്ടോ എന്ന് നിങ്ങൾ പറയുമ്പോൾ ആ മോൻ്റെ മനസ്സ് വളരെയധികം ചെക്കനത് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ അലറി വിളിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളോട് നിങ്ങൾ സംസാരിക്കരുത് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അലറി വിളിച്ച് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് അവൻ അനുസരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ കാര്യത്തെക്കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. അവനെ വെറുപ്പ് സമ്പാദിക്കുന്ന രീതിയിൽ അബ്യൂസ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങും. നിങ്ങൾ വോക്കൽ അബ്യൂസിങ് നിങ്ങൾ നടത്തും. വാക്കുകൾ ദുരുപയോഗം ചെയ്തുകൊണ്ട്, നിങ്ങൾ ചീത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. അതുകൊണ്ട് അനാവശ്യം വിളിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ ഒരു കാരണവശാലും സംസാരിക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് അവനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കാതെ നിങ്ങളുടെ മക്കളെ നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങൾ അവനത് മനസ്സിലാക്കാനുള്ള കഴിവ് ഇല്ല എന്നത് ആ സമയത്ത്, ഈ അനാവശ്യമായി നിങ്ങൾ വളരെ സംസാരിക്കുന്ന സമയത്ത് ഈ വാക്കുകൾ തന്നെ നിങ്ങൾക്കെതിരെ ഒരു 10 വയസ്സൊക്കെ കഴിഞ്ഞാൽ ആ കുട്ടി നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ തുടങ്ങുമെന്നുള്ളതാണ്. നിങ്ങളുടെ വീട്ടിലൊരു വിസിറ്റർ വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു സമൂഹത്തിൽ ഇരിക്കുന്ന സമയത്ത് ഈ കൊച്ചത് ഉപയോഗിക്കാൻ തുടങ്ങും 10 വയസ്സ് കഴിയുമ്പോൾ തന്നെ. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ അനാവശ്യ വാക്കുകൾ മക്കളുടെ മുന്നിൽ വെർബലി അബ്യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവനെ നിങ്ങൾ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെയും രണ്ടാമത്തെയും കാര്യം കഴിഞ്ഞാൽ നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് എടുക്കുന്നത് മോനെ ഹിറ്റ് ചെയ്യുക എന്നുള്ളതാണ്, മോനെ അടിക്കുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും നമ്മളെ മക്കളെ അടിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ എത്രത്തോളം അടിക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം ഈ കുട്ടിയുടെ മൈൻഡ് ക്രിമിനൽ ആകാൻ നോക്കുക എന്നുള്ളതാണ്. ആ ഈ കുട്ടിക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല നിങ്ങൾ അടിക്കുമ്പോൾ എന്നുള്ളതാണ്. ഒരു കാര്യം മനസ്സിലായിക്കോ. കാരണം നിങ്ങൾ ഈ കുട്ടിയെ അടിക്കുന്ന സമയത്തെല്ലാം തന്നെ ഈ കുട്ടിക്ക് പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, പ്രതികരിക്കാൻ അവന് കഴിയുന്നില്ല എന്നൊരവസ്ഥ വരുമ്പോൾ നിസ്സഹായനായിരിക്കുന്ന ഈ കുട്ടിയുടെ മനസ്സ് ഒരു ക്രിമിനൽ മൈൻഡ് വരും നാം അറിയാതെ എന്നുള്ളതാണ്. അതുകൊണ്ട് കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഫോളോ ചെയ്തോ, ഒരു കാരണവശാലും നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ മക്കളൊക്കെ മനസ്സിലാവുന്ന മക്കളാണ്, നല്ല മക്കളാണ്. ചെറുപ്പത്തിൽ നമ്മൾ കൊടുക്കുന്ന എന്ത് ഫീഡിംഗ് ആണോ അതാണ് വലിപ്പത്തിൽ നമുക്ക് റിസൾട്ടായിട്ട്, ഔട്ട്പുട്ടായിട്ട് ഭാവിയിൽ കിട്ടാൻ പോകുന്നതെന്നാണ്. ഭാവിയിൽ നിങ്ങളുടെ മക്കൾ നല്ല മക്കളായിട്ട് വളരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും സ്നേഹം മാത്രം, സന്തോഷം. നമസ്കാരം. താങ്ക് യു.